കൂട്ടുകാർക്കും ഫുഡ്സോഫിഡിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാജ റെസിപ്പി ആയിട്ടാണ്. ദീപാവലി സ്പെഷ്യലാണ്. ഈ കാജ റെസിപ്പിക്ക് നമ്മുടെ ചായക്കടയിലെ മടക്ക റെസിപ്പി ആയിട്ട് സാമ്യമുണ്ട്. ഏകദേശം അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മടക്കിന്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നത് നോക്കാം. എല്ലാവരും ദീപാവലിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് റെസിപ്പിയാണ്. ദീപാവലി സ്പെഷ്യൽ റെസിപ്പിയാണ്. കാജ റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ചിരോട്ടി എന്നൊരു പേര് ഇതിലുണ്ട്. ഈ റെസിപ്പി ഒരു ബംഗാളി സ്വീറ്റ്സ് ആണ്. നമ്മുടെ കേരളത്തിലെ ചായക്കടയിലത്തെ മടക്കിനോട് സദൃശ്യമുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ടേസ്റ്റും അതുപോലെയുണ്ട്, ഏകദേശം ഷേപ്പും അതുപോലെയൊക്കെ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ കാജ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. മൈദയിലാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അളവൽപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കേക്കൊക്കെ ചെയ്യുന്നതല്ല കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇത് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഓയിൽ കൊണ്ട് മാവൊന്ന് മോയ്സ്ചറായിട്ട് വരണം. കണ്ടോ, ഇതുപോലെ. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും മാവ് ചേർക്കേണ്ടി വരും. ഒരു 1/2 കപ്പ് വെള്ളം കൊണ്ട് ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. അത്രയും സമയം ഞാനിത് കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതുകൊണ്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടച്ചു വെച്ച് തന്നെ കൊടുക്കണം. അപ്പം മാവ് റെസ്റ്റൊക്കെ ആയി വരുന്ന സമയത്തേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് തിളച്ച് വരട്ടെ. നന്നായിട്ട് പഞ്ചസാര മെൽറ്റായി വരണം. ഇപ്പം ഇതൊരു 5 മിനിറ്റായിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് കട്ടയായി പോകാതിരിക്കും. അതുപോലെ തന്നെ നല്ല തെളിഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം. നൂൽപ്പരുവമായിട്ടില്ല, പക്ഷെ ഒരു ഒട്ടുന്ന പരുവത്തിലാണ് ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കണ്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോളാക്കി വെക്കുന്ന പോലെ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ബോളുകളാക്കിയാണ് വെക്കുന്നത്. ഞാനിപ്പോൾ ഒരു 7 ബോളാക്കിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ തയ്യാറാക്കുന്ന കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ്. കൗണ്ടർ ടോപ്പിൽ അല്പം മൈദ തൂവി കൊടുക്കുവാണ്. ഓരോ ബോൾ എടുത്തിട്ട് ചപ്പാത്തിയുടെയൊക്കെ ഒരു കനത്തിൽ പരത്തിയെടുക്കാം. ഒരുപാട് കനം കൂടി പോരുത്. ഇതുപോലെ പരത്തിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. കനം കുറച്ച ഷീറ്റായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് കനമില്ല. ചപ്പാത്തിക്കൊക്കെ പരത്തുന്നവർ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ബോൾസ് വെച്ച് മുഴുവനായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം കാണിക്കാം. ഇപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് ഈ കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പൊടി തൂവി കൊടുക്കാം. ഓയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മടക്കിൻ്റെ റെസിപ്പിയിൽ വേറൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരുന്നത്. നന്നായിട്ട് പൊടി തൂവി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരേപോലെ പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു പരത്തിയിട്ട് ഒരു പാത്രം വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. വീണ്ടും ഓയിൽ, വീണ്ടും പൊടി. ലാസ്റ്റ് വരെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. തമ്മിൽ ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തിരിഞ്ഞു വരത്തില്ല. ഇപ്പോൾ ലാസ്റ്റത്തെ ഷീറ്റും വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലും സെയിം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡസ്റ്റ് ഇട്ട് കൊടുക്കാം. മൈദാമാവ് തന്നെയാണ് തൂവി കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊരു സൈഡിൽ നിന്ന് പതുക്കെ ചുരുട്ടി തുടങ്ങാം. നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഈ താഴെ നിന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ റോൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അവിടെ ഷേപ്പ് ഉണ്ടാകത്തില്ല. കുറേശ്ശെ മാറ്റിയാൽ മതി. ഇപ്പോൾ ഈ സൈഡ് കുറച്ച് ഓപ്പൺ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്പണായി വരാതിരിക്കും. അതല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഇത് നിവർന്ന് വരും. ഈ എഡ്ജ് തമ്മിൽ നമുക്കിങ്ങനെ അങ്ങ് ഒട്ടിക്കാം. വെള്ളം തൊട്ട് പച്ചവെള്ളം തൊട്ടിട്ട് ഒട്ടിച്ചാൽ മതി. ഇനി തുറന്നു പോകത്തില്ല. ഇനി ഈ ഒരു വീതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഇതുപോലെ ലെയറുകളായിട്ട് വരും. ഇതുപോലെ ഇത് മുഴുവൻ കട്ട് ചെയ്യാം.
ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത് ഈ നീളത്തിൽ നമുക്കിത് പരത്തിയെടുക്കണം. വിരൽ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചപ്പാത്തിക്കോൽ വെച്ചിട്ട് പ്രസ് ചെയ്യാതെ പതിയെ പരത്തി കൊടുക്കാം. ചായക്കടയിലത്തെ മടക്കിന് കുറേയും കൂടെ നീളം ഉണ്ടാവും. ഇത് ഒരുപാട് നീളത്തിലല്ല ഉണ്ടാക്കുന്നത്. പ്രസ് ചെയ്ത് പരത്തിയിട്ടുണ്ടെങ്കിൽ ആ ലെയർ അങ്ങ് ഒതുങ്ങിപ്പോവും, പിന്നെ വിടർന്നു വരത്തില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിപ്പുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടല്ല എങ്കിൽ ഇതിൻ്റെ അതിൽ വിരിഞ്ഞു വരത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് അല്പം നുള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ തിളച്ച എണ്ണയായിരിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കണ്ടോ നന്നായിട്ട് വിരിഞ്ഞു വരുന്നത്. ഇനി ഞാൻ തീ ഒന്ന് കുറച്ചിടുവാണ്, അതല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവത്തില്ല. അപ്പോൾ ഈ ഒരു കളറിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാജ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഡിപ്പ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ലെയറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഷുഗർ സിറപ്പ് പോയാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൽ നന്നായിട്ട് ഡിപ്പ് ആയതിനു ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ദീപാവലിക്ക് സ്വീറ്റ്സ് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഈ റെസിപ്പിയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഈ അടിപൊളി ടേസ്റ്റുള്ള ദീപാവലി സ്പെഷ്യൽ കാജ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.